തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി തവണ അധികാരത്തിൽ വരുമെന്ന് ബി.ജെ.പി സ്ഥാനാർത്ഥി വി രാജേഷ്. അഴിമതിയാണ് ആര്യ രാജേന്ദ്രന്റെ ഭരണസമിതി നടത്തിയത്. തെരുവുനായ വിഷയത്തിൽ ഉൾപ്പെടെ ഒരു നടപടിയും കോർപ്പറേഷൻ സ്വീകരിച്ചിട്ടില്ലെന്നും രാജേഷ് മീഡിയയോട് പറഞ്ഞു. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൊടുങ്ങാനൂർ വാർഡിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി വി രാജേഷ് മീഡിയയോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു പ്രതീക്ഷ? നല്ല പ്രതീക്ഷയാണ്, വളരെ നല്ല പ്രതീക്ഷയാണുള്ളത്. ബി.ജെ.പി നല്ല ഇപ്പൊ നിങ്ങൾ ആ ക്യാമറ ഒന്നങ്ങോട്ട് കാണിച്ച തെരുവുനായ്ക്കൾ ഓടുന്നത് ആ തെരുവുനായ്ക്കൾ. ഇതുപോലുള്ള തെരുവുനായ്ക്കളുടെയൊക്കെ ശല്യം കാരണം ജനങ്ങൾ പൊറുതിമുട്ടിരിക്കുകയാണ്. ജനങ്ങൾ വളരെ വലിയൊരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 45 വർഷമൊക്കെ ഒരു ഭരണ സംവിധാനം, പ്രത്യേകിച്ച് ഒരു അഴിമതി സംവിധാനം തുറന്ന ജനങ്ങൾ എങ്ങനെയാണ് സഹിക്കുന്നത്? ഈ വലിയ പ്രചാരണമൊക്കെ നടക്കുമ്പോഴും മേയർ ആര്യ രാജേന്ദ്രനെ പലയിടത്തും കാണുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് മറുപടി പറയേണ്ടത്. CPM മറുപടി പറയണം. CPM ആര്യ രാജേന്ദ്രൻ ആദ്യം അഴിമതി കാണിച്ചപ്പോൾ, ആറ്റാൽ പൊങ്കലയുടെ പേരിൽ അഴിമതി കാണിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ആ വിഷയം മുന്നേറി സമരം ചെയ്തതാണ്. അന്ന് CPM അവർക്കൊരു താക്കീത് കൊടുത്തില്ല, അവരെ സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ല എന്ന് മാത്രമല്ല 5 വർഷം അഴിമതി തുടരാൻ വേണ്ടിയുള്ള അവസരം കൊടുത്തത് CPM-നും CPM നേതാക്കന്മാർക്കും പണമുണ്ടാക്കാൻ വേണ്ടി. ഈ കോർപ്പറേഷനെ കൊള്ളയടിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരും. തിരുവനന്തപുരത്ത് സമാനതകളില്ലാത്ത മാറ്റം വരും. 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 നഗരങ്ങളിലൊന്നായി തിരുവനന്തപുരം മാറും. അതോടുകൂടി കേരള രാഷ്ട്രീയത്തിനും വലിയ ചലനം ഉണ്ടാകും. ഇതൊക്കെ കേട്ടപ്പോഴേക്കും CPM-ന് നേതാക്കന്മാർക്ക് കിടന്നിട്ട് ഉറക്കമില്ല. വലിയ പ്രതീക്ഷ തന്നെയാണ് ബി.ജെ.പി. ക്യാമറ പേഴ്സൺ കണ്ണൻ തിരുമലയ്ക്കൊപ്പം RB സനു, മീഡിയ 1.